ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക്ബുക്ക്. ജാഷീസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നാക്കുകളിൽ പുതിയ രുചികളെല്ലാം പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വ്യത്യസ്തമായ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചിക്കൻ വട, അല്ലെങ്കിൽ ഒന്ന് പരിഷ്കരിച്ച് പറയുകയാണെങ്കിൽ ചിക്കൻ ഡോണറ്റ് അല്ലേ. ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചും മാറ്റിയും ഒക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. ഞാനും 2 കൊല്ലം മുന്നേ എൻ്റെ FB പേജിൽ ചിക്കൻ വടയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസത്തിലാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാമല്ലേ ചിക്കൻ ഡോണറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതെല്ലാമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ചേരുവകൾ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. കുക്കിംഗ് മെത്തേഡ് വളരെ ഈസിയാണ്. എല്ലാം കൂടെ ഫൈനായി അരച്ചതിന് ശേഷം ഷേപ്പാക്കി കോഴിമുട്ടയിലും ബ്രെഡ് ക്രംസിലും ഉരുട്ടി ഫ്രൈ ചെയ്യുക. ഇത്രയുള്ള പരിപാടി. ഞാൻ എല്ലാം ഒരുമിച്ച് ചോപ്പറിലിട്ട് അരക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിൽ അരക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആദ്യം ചിക്കൻ അല്ലാത്ത ബാക്കി ചേരുവകളെല്ലാം അരച്ചെടുക്കുക. അതിനുശേഷം ചിക്കൻ കുറച്ചായിട്ട് അരച്ച് നല്ലപോലെ മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ചേരുവകൾ എന്തെല്ലാമാണെന്നും അത് എത്രയ്ക്ക് അളവിലാണ് വേണ്ടതെന്നും ഒക്കെ ചോപ്പറിലേക്ക് മാറ്റുന്നതിൻ്റെ കൂടെ ഞാൻ പറയാം. ആദ്യം നമുക്ക് ചിക്കൻ ചേർക്കാം. 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ്. പിന്നെ വേണ്ടതൊരു സബോള. ഞാൻ കാണിക്കാനുള്ള എളുപ്പത്തിന് മാത്രം എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അരക്കാൻ പറ്റുന്ന തരത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ വേണ്ടത് 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്. പിന്നെ നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലിയിലയ്ക്ക് പകരം 1/2 കപ്പ് പാഴ്സലിലയാണ് ചേർക്കുന്നത്. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവറിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതിൻ്റെതാണ്. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. അതും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ 2 നുള്ളല്ല, അതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട്. ഏകദേശം 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് പൊടികളാണ്. ആദ്യം 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി, ഏകദേശം 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പകരം ചേർക്കേണ്ട ചേരുവ ഞാൻ പറയാം. വെള്ളക്കടല വെള്ളത്തിൽ നന്നായി കുതിർത്തത് ചേർത്ത് കൊടുക്കാം. നമ്മൾക്കിത് ഫ്രൈ ചെയ്യാനുള്ളതായതുകൊണ്ട് കടല വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫലാഫലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് പോലെ വെള്ളത്തിൽ കുതിർത്താൽ മാത്രം മതി. പക്ഷേ അറ്റ്ലീസ്റ്റ് 12 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. എന്നാൽ മാത്രമേ ഫ്രൈ ചെയ്യുമ്പോൾ അത് വെന്ത് കിട്ടൂ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താന്ന്. അതെ, ഞാൻ തലേദിവസം ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഹമ്മൂസാണിത്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഹമ്മൂസ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കടല ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഹമ്മൂസ് ചേർക്കുമ്പോൾ തന്നെയാണ്. ഹമ്മൂസ് എന്ന് കേൾക്കുമ്പോഴേ വീഡിയോ സ്റ്റോപ്പാക്കി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അതിന് പകരം ചേർക്കേണ്ടത് പറഞ്ഞത്. വെള്ളക്കടല പിന്നെ ഒരുവിധം പേരുടെ കയ്യിലുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയുടെ മഞ്ഞയാണ്. അതിൻ്റെ വെള്ളം നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ടി എടുക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ലാസ്റ്റ് ആയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം, നമുക്കിത് അരച്ചതിന് ശേഷം ഉപ്പ് നോക്കാൻ പറ്റില്ല. കാരണം പച്ചിറച്ചിയാണല്ലോ നമ്മൾ അരക്കുന്നത്. അപ്പം ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇത് നല്ല കറക്റ്റായിരുന്നു. പിന്നെ ചിക്കൻ സ്റ്റോക്കിലും കുറച്ച് ഉപ്പുണ്ട്. നമ്മൾ മുക്കി പൊരിക്കാൻ എടുക്കുന്ന കോഴിമുട്ടയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് പാകത്തിനായിട്ട് വന്നോളും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ ചേർക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവൊക്കെ താഴെ ഞാൻ സമയമുള്ളപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഈ ടെക്സ്ചറിലാണ് അരച്ചെടുത്തപ്പോൾ ആയത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മുക്കി പൊരിക്കാനുള്ള കോഴിമുട്ടയിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ പാഴ്സലില അല്ലെങ്കിൽ മല്ലിയില കൊത്തിയരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സാക്കാം.
പിന്നെ ഇതവിടെ ഉരുട്ടിയെടുക്കാനുള്ള ബ്രെഡ് ക്രംസ് റെഡിയാണ്. ഞാനിതിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്, കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഷേപ്പ് ആക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് വടയുടെ ഷേപ്പിലാക്കി കോഴിമുട്ടയിലും ബ്രെഡ് ക്രംസിലും ഉരുട്ടിയെടുക്കാം. ഷേപ്പ് ആക്കലൊക്കെ നിങ്ങൾക്ക് അറിയാലോ. മാവ് എടുക്കുക, ഉരുട്ടുക, ചെറുതായിട്ടൊന്ന് പരത്തുക, എന്നിട്ട് ഹോളിട്ട് കൊടുക്കുക, അത്ര തന്നെ. നിങ്ങൾക്ക് ഈ അരപ്പ് ഷേപ്പ് ആക്കാൻ എളുപ്പത്തിന് കുറച്ചുകൂടെ ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കോഴിമുട്ടയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 12 വടയാണ് കേട്ടോ. 1/2 കിലോ ചിക്കനും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് അരച്ചെടുത്തപ്പോൾ കിട്ടിയത്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് നല്ല പോലെ ചൂടായാൽ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളൊക്കെ വെന്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, കാരണം ചിക്കൻ നല്ല പോലെ അരച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ വേവാൻ പണിയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഫില്ലിങ്ങോട് കൂടി ഒരു സ്നാക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. കവറിങ്ങിനായിട്ട് ബ്രെഡും വേണ്ട, മാവ് കുഴക്കുകയും പരത്തുകയും ഒന്നും വേണ്ട. അങ്ങനെ ഒരു വെറൈറ്റി സ്നാക്കാണ്. കുറച്ച് പേരൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. പിന്നെ ഒരുപാട് ഈസി സ്നാക്ക് പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ നമ്മുടെ വട എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കണ്ടാൽ അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ്. എത്ര കഴിച്ചാലും മതി വരില്ല. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് അറിയിക്കണേ. അതുപോലെ തന്നെ റെസിപ്പിയും വീഡിയോയും എല്ലാം യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.